ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ മൈ ഫാമിലി. അങ്ങനെ ഒരു വർഷം കടന്നുപോയി. എത്ര പെട്ടെന്നാണല്ലേ. 2025 ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞതായിട്ട് ഓർക്കുന്നു. ഇപ്പോൾ ദാണ്ട് 2026 ജനുവരി 1 2026 എന്ന ഒരു വർഷത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ അവരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ന്യൂ ഇയർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ചാടി അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അത്യാവശ്യം ലഞ്ചിനുള്ള പരിപാടികളെല്ലാം ഇന്നലെ തന്നെ തീർത്ത് വെച്ചതുകൊണ്ട് ഇന്ന് അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം എല്ലാവരുമായിട്ട് ഇന്ന് പള്ളിയിൽ പോകണം. ഫാബിക്കുട്ടൻ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ഒരാൾ അങ്ങോട്ട് പോയപ്പം രണ്ടുപേരെ എനിക്ക് ഇങ്ങോട്ട് കിട്ടി. എൻ്റെ ആങ്ങളയുടെ 2 മക്കളാണ് ഇവർ. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം എല്ലാം കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് കുറേ നാളായിട്ട് കുപ്പിയിലിട്ട് വെച്ചിരുന്ന സിങ്കോണിയത്തിനെ ഒന്ന് വേറൊരു പോട്ടിലേക്കൊന്ന് മാറ്റിയേക്കാമെന്ന് വിചാരിച്ചു. ന്യൂ ഇയർ ആയിട്ട് നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എങ്കിലും അവർക്കൊരു ചെറിയ മാറ്റം കൊടുത്തേക്കാം, ഒരു ചെറിയ പ്രമോഷൻ. അപ്പോൾ 2 ടൈപ്പുള്ള സിങ്കോണിയമായിരുന്നു. രണ്ടിനെയും എളുപ്പത്തിന് വേണ്ടി ഒരു കുപ്പിയിലിട്ട് വെച്ചതാണ്. പക്ഷേ രണ്ടുപേരും അങ്ങോട്ട് സ്നേഹിച്ച് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങ് ഒരുമിച്ച് പോയി. പിന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് രണ്ടിനെയും ഒരു പോട്ടിലേക്ക് അങ്ങ് മാറ്റിയിട്ടുണ്ട്. സിറ്റൗട്ടിലൊക്കെ വെയിൽ കാരണം ഇനി ഒരു ചെടികളും വെക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പം ഇനി വീടിനുള്ളിൽ തന്നെ പറ്റുള്ളൂ. അവർക്കങ്ങനെ വീടിനുള്ളിൽ ചെറിയൊരു കോർണർ കൊടുത്തു. അങ്ങനെ 2-3 ചെടികളെല്ലാം മാറ്റി റെഡിയാക്കിയതിന് ശേഷം ഫ്രഷായി ഡ്രസ്സൊക്കെ മാറി നേരെ മുതലക്കുളം പള്ളിയിലേക്ക് പോവുകയാണ്. ന്യൂ ഇയർ അല്ലേ, പള്ളിയിലെല്ലാം പോയി മുത്തപ്പനെ എല്ലാം കണ്ട് ഒന്ന് നേർച്ചയൊക്കെ ഇട്ട് തിരിയെല്ലാം കത്തിച്ചിട്ട് പോരാന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.